പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി ഹരിതശ്രീ പരിസ്ഥിതി സംരക്ഷണ മാലിന്യ നിർമ്മാർജ്ജന കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഹരിതശ്രീ പരിസ്ഥിതി സംരക്ഷണ മാലിന്യ നിർമ്മാർജ്ജന കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ചേർത്തല അഖിലാഞ്ജലി MD PD ലേക്ക് ഉദ്ഘാടനം ചെയ്തു. ജനറൽ സെക്രട്ടറി വേളർവട്ടം ശശികുമാർ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ തോമസ് V. പുളിക്കൽ, CN ജോസഫ്, മുനിസിപ്പൽ കൗൺസിലർ A. അജി, റെജിൻ R. നന്ദനം, മധുസൂദനൻ D, സുരേന്ദ്രകുമാർ, ബാബു KM, മഹേഷ് M. നന്ദനം, സരിക കുഞ്ഞുമോൾ തുടങ്ങിയവർ സംസാരിച്ചു. മനുഷ്യ ജീവനെ നിലനിർത്തുന്ന മനുഷ്യ ശരീരത്തിൻ്റെ ശ്വാസകോശമാണ് ഈ വെർബാറ്റം റിപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഈ ചെടികളും പ്ലാന്റും ഈ കാടുകളുമെല്ലാം. ഇതെല്ലാം ഇല്ലെങ്കിൽ ജീവിതം അടഞ്ഞ ശവപ്പെട്ടിൽ കിടന്ന് ആകാശം ഒതുക്കുന്ന പോലെ ഒരു ശൂന്യതയുടെ മരുഭൂമിയായി നമ്മുടെ ജീവിതം മാറിപ്പോകും. ഇപ്പോൾ ആമസോൺ കാടുകളെക്കുറിച്ച് പറയുന്നു. 9 രാജ്യങ്ങളിലായി, തെക്കേ അമേരിക്കയിലെ 9 രാജ്യങ്ങളിലായി പടർന്നു കിടക്കുന്ന ലോകത്തിൻ്റെ ശ്വാസകോശമെന്നാണ് നമ്മൾ ആമസോൺ കാടുകളെക്കുറിച്ച് പറയുന്നത്. കഴിഞ്ഞിടെയും അവിടെ ഒരു തീപിടുത്തം ഉണ്ടായി. നമ്മളെല്ലാം വളരെ ഉത്കണ്ഠാകുലരാക്കിയ ഒരു തീപിടുത്തം ഉണ്ടായി, നമുക്കറിയാവുന്നതാണ്. അതുപോലെ നമ്മുടെ പരിസ്ഥിതി നമ്മുടെ ചേർത്തലയിലേക്ക് തന്നെ വരാം. അന്താരാഷ്ട്ര കാര്യങ്ങൾ പോകട്ടെ, നമ്മുടെ ചേർത്തലയിൽ തന്നെ വർഷങ്ങളായിട്ട് ഞാൻ ഉയർത്തിക്കൊണ്ടുവരുന്നൊരു പരിസ്ഥിതി പ്രശ്നമുണ്ട്. ഇവിടെ നമ്മുടെ ഈ പുത്തൻതോടെന്ന് പറയുന്ന ലക്കിച്ചേട്ടൻ അറിയാവുന്നതാണ്. ഞാനും ലക്കിച്ചേട്ടനും നമ്മളെല്ലാവരും കുളിച്ചിരുന്ന ഈ പുത്തൻതോട്ടിലാണ്. ആലപ്പുഴ ചേർത്തല കനാലിലാണ്. ആ കനാലിൻ്റെ നെഞ്ചത്ത് കൂടിയാണ് നാഷണൽ ഹൈവേ കടന്നു പോകുന്നത്, SN കോളേജിൻ്റെ തെക്കോർത്ത്. അല്ലാതെ 18 തടയണകൾ ഇതിൻ്റെ ആലപ്പുഴ വരെയുള്ള സ്ഥലത്ത് വീണിട്ടുണ്ട്. വർഷങ്ങളായി ഞാൻ ഇവിടെ വന്ന യാത്രയുമായി വന്ന നേതാക്കന്മാർക്ക്, ഇടതും വലതുമായി എല്ലാ നേതാക്കന്മാർക്കും TV-യിൽ കൊണ്ടുപോയി MR കൊടുക്കും. അവർ വിളിക്കും, സ്ഥലത്തെ പ്രധാനപ്പെട്ട ആളുകളോട് സംസാരിക്കണമെന്ന് പറയും. അവരാരും ഒരു തരത്തിലൊരു പ്രതികരണം കണ്ടിട്ടില്ല. നമ്മുടെ പരിഷ്കാരങ്ങൾ കുഷ്ഠരോഗിയെ പൗഡർ ഇടിക്കുന്ന പോലെയാണ്.